ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ ഒരു പ്രസക്തമായ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ വചനത്തിന് വളരെ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പല ഇടങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുന്നത് എങ്കിലും വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടി നിങ്ങൾ ദൈവത്തിലായിരിക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്തുന്നു. നമുക്ക് ഒരു വേദഭാഗം വേഗത്തിൽ നമുക്ക് വായിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വാക്യം വായിക്കാം. ലൂക്കോസ് സുവിശേഷം 24:30-31. അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. വചനത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. വിവിധ ഭവനങ്ങളിലിരുന്ന്, ക്യാമ്പുകളിലിരുന്ന് കർത്താവെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഈ പകലിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള പരിശുദ്ധാത്മാവിന്റെ ആലോചന ഞങ്ങൾക്ക് കേൾപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുവാൻ സഹായിക്കണം. ഈ വചനത്തെ വ്യാഖ്യാനിക്കുവാൻ ആവശ്യമാകുന്ന ദൈവകൃപ എന്റെ മേൽ പകരണമേ കർത്താവെ. അങ്ങയുടെ അഭിഷേകത്താൽ അടിയനെ നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എന്താണോ കർത്താവെ സഭയോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് അടിയന്റെ നാവിലൂടെ കർത്താവെ ജനം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ദൈവവചനത്തിന്റെ കർത്താവെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഏവരുടെ മേലും നിഴലിടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാനിടയായി തീർന്നത്. വിശേഷാൽ ഈ വചനത്തിന് വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. പ്രത്യേകിച്ച് ലൂക്കോസ് സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ ഒരു സംഭവമാണ് നമുക്കിവിടെ വായിക്കാൻ സാധിച്ചത്. 2 ശിഷ്യന്മാർ അവർ യേശുവിനെ അടക്കം ചെയ്ത പട്ടണത്തിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2 സംഭവങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ ധൈര്യമുള്ളവരാക്കി തീർത്തത്. ഒന്ന്, യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി മറുരൂപ മലയിൽ കടന്നു ചെന്ന് അവർക്ക് പ്രത്യക്ഷനാകുന്ന ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം ഈ നാം വായിച്ച വേദഭാഗത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ശിഷ്യന്മാർ അടച്ചിരിക്കുന്ന റൂമിനകത്തേക്ക് കർത്താവ് വന്ന് അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പ്രത്യക്ഷമാകുന്ന ഒരു ഭാഗം. ഈ 2 ഭാഗങ്ങൾക്ക് വളരെയധികം സിഗ്നിഫിക്കൻസ്, വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നാം ഈ വായിച്ച വേദഭാഗത്തിൽ പ്രത്യേകിച്ച് ഇത് ഒരു യാത്രയാണ്. ഈ യാത്രയ്ക്ക് 2 തലങ്ങളുണ്ട്. ഒന്ന്, ഇത് അക്ഷരീകമായിട്ടുള്ള ഒരു യാത്രയാണ്. 2 പേർ എമ്മവൂസ് എന്ന പട്ടണത്തിലേക്ക് പോവുകയാണ്. ഏകദേശം 7 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 കിലോമീറ്റർ ദൂരമുള്ള ഒരു പട്ടണത്തിലേക്ക്, അവരുടെ ഭവനത്തിലേക്ക് പോകുന്ന ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിന്റെ മറുവശം, ഇത് ഒരു ദൈവ പൈതലിന്റെ ആത്മീക യാത്രയെയും കൂടി ചിത്രീകരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് കേവലം ഒരു ഭൗതികമായിട്ടുള്ള അക്ഷരീകമായിട്ടുള്ള ഒരു യാത്ര മാത്രമല്ല, ഇതൊരു ദൈവ പൈതലിന്റെ ആത്മീക യാത്രയെ കുറിച്ചുള്ള ഒരു അവകലനം കൂടിയാണ് ഈ സംഭവം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം അല്പസമയം ഈ വേദഭാഗത്തിലേക്ക് നന്നായിട്ട് ഈ വേദഭാഗത്തെ പഠിക്കുവാനായിട്ട് നാം തയ്യാറാകുക. നമുക്കറിയാം, ഭവനത്തിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ വിശാലമായി നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിരുന്നുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളുടെ പൂർണ്ണ അറ്റൻഷൻ എനിക്കുണ്ടെങ്കിലേ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ഒന്നാമതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് ഈ യാത്രയിൽ പോകുന്ന 2 പേരെ കുറിച്ചാണ്. അവരിൽ ഒരാളിന്റെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മറ്റേ ആളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. 2 ശിഷ്യന്മാരാണ്. യേശുവിന് നമുക്കറിയാം 12 അപ്പോസ്തലന്മാർ. അതിൽ യോഹന്നാൻ യേശുവിനോട് ചേർന്നിരുന്ന അപ്പോസ്തലനും 3 പേർ യേശുവുമായിട്ട് ക്ലോസ് റിലേറ്റീവ് ആയിരുന്നവരും
12 പേർ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും, അത് കഴിഞ്ഞ് നമുക്കറിയാം 70 പേരെ തിരഞ്ഞെടുക്കുന്നു, പിന്നെ 120 പേർ. ഇങ്ങനെ യേശുവിന് വൈഡർ റേഞ്ചിലുള്ള ശിഷ്യന്മാർ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ യേശുവിനോടൊപ്പം ഉയരുന്ന ശിഷ്യന്മാരിൽ 2 പേരാണ് അവർ യാത്ര തിരിച്ച് അവരുടെ സ്വന്തം പട്ടണത്തിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ യാത്രയുടെ ഒന്നാമത്തെ പ്രത്യേകത, അവർ വാഗ്ദത്ത സ്ഥലം വിട്ട് അവരുടെ പട്ടണത്തിലേക്കുള്ള ഒരു മടക്ക യാത്രയിലാണ്. പ്രൈസ് ദി ലോർഡ്. അവരായിരിക്കേണ്ട സ്ഥലം യെരൂശലേമാണ്. ദൈവം അവരോട് ഇരിക്കുവാൻ പറഞ്ഞ സ്ഥലം യെരൂശലേമാണ്. പക്ഷേ അവിടെ നിന്ന് അവർ മടങ്ങി അവരുടെ സ്വന്തം പട്ടണത്തിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് ഈ യാത്ര. രണ്ടാമത്, ഈ യാത്രയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ സംഭാഷിക്കുന്ന വിഷയം സംസാരിച്ചും തർക്കിച്ചും കൊണ്ടുപോകുന്നു എന്ന് വേദഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഗ്ദത്തത്തിൽ നിന്ന് അന്യമായിട്ടുള്ള യാത്ര, ദൈവം പറഞ്ഞിടത്തു നിന്ന് മാറി നടക്കുന്ന യാത്ര, തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും യാത്രയാണ്. ഡെഫിനറ്റ്ലി അവർ പറയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവരവിടെ സംഭാഷിക്കുന്ന വിഷയം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും അത് വിശ്വസിക്കാതെയും വിശ്വസിച്ചും കേട്ടും കണ്ടുമറിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് പറഞ്ഞ് ഒരു തർക്ക മനോഭാവത്തിൽ, ഒരു ആർഗ്യുമെന്റ് ചെയ്യുവാനുള്ള ഒരു മൈൻഡിൽ അവർ അവരുടെ പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. മൂന്നാമത്, ഈ സംഭവത്തിന്റെ പ്രത്യേകത, ഈ യാത്ര ചെയ്യുന്നവരുടെ കണ്ണ് അടയപ്പെട്ടിരുന്നു എന്ന് വായിക്കുന്നു. അവരുടെ കണ്ണ് യേശുവിനെ കാണാതെ വണ്ണം ഉപരോധിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഫിസിക്കൽ കണ്ട് ഡെഫിനറ്റ്ലി അവർക്ക് കാഴ്ച ഉള്ളത് കൊണ്ടാണ് അവർ യാത്ര ചെയ്തു പോകുന്നത്. അപ്പൊ ഏത് കണ്ണിനെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നത്? തീർച്ചയായും ഇവിടെ പരാമർശിക്കുന്ന കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ കുറിച്ചാണ്, നമ്മുടെ ആത്മീക കണ്ണിനെ കുറിച്ചാണ്. ആത്മീക കണ്ണുകൊണ്ട് ദൈവത്തെ കാണാതെ വണ്ണം അവർ നിരോധിച്ചിരുന്നു. അവർക്കൊരു ആത്മീക അന്ധത പിടിച്ചിരുന്നു എന്ന് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നോക്കണമേ, അവർ ദൈവം പറഞ്ഞിടത്ത് ഇരിക്കാതെ അവരുടെ സ്വന്തം പട്ടണത്തിലേക്ക് പോകുന്നു. ആ യാത്രമധ്യേ വാഗ്വാദം ചെയ്തുകൊണ്ട് പോകുന്നു. അത് മാത്രമല്ല, അവർക്ക് ദൈവത്തെ കാണാൻ കഴിയാതെ വണ്ണം അവരുടെ ആത്മീക കണ്ണ് അന്ധമായിരുന്നു. അത് മാത്രമല്ല, നിങ്ങൾ ആ വേദഭാഗം വീട്ടിൽ പോയി ഒന്ന് നന്നായിട്ട് വായിക്കണം. യേശു അവരുടെ അടുക്കൽ വന്ന് സംഭാഷിക്കുമ്പോൾ അവർ വാടിയ മുഖത്തോടെ ഇരുന്നു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. നാലാമത്തെ പ്രത്യേകത, ദൈവമില്ലാത്ത യാത്ര, ദൈവത്തെ അവഗണിച്ചുള്ള യാത്ര, വാടിയ മുഖം പ്രദർശിപ്പിക്കുവാനിടയായിത്തീരും. ഒരു കാര്യം ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ പ്രതിസന്ധിയുടെ വേളകളിലും ആകുലതകളുടെ വേളകളിലും നമുക്ക് ചുറ്റും ഒത്തിരി സംഭവങ്ങൾ വളരെയധികം ആകസ്മികമായി ഉണ്ടാകുമ്പോഴും അതിന്റെ നടുവിലും ഒരു ദൈവ പൈതലിന് പ്രസരിപ്പോടെ ഇരിക്കുവാൻ സാധിക്കുന്നത് ദൈവിക സാന്നിധ്യം അവന്റെ അകത്തുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തെ കാണുവാനുള്ള കണ്ണുള്ളത് കൊണ്ടാണ് അവൻ സന്തോഷമുള്ള മുഖത്തോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുവാനിടയായിത്തീരുന്നത്. ഒരു ആത്മീയന്റെ പ്രത്യേകത അതാണ്. പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലങ്ങൾ അവന്റെ തലയ്ക്ക് മുകളിലൂടെ കടന്നു വരുമ്പോഴും അവൻ വാടിയ മുഖത്തോടെ അല്ല, അവൻ ദൈവസന്നിധിയിൽ സന്തോഷമുള്ള മുഖത്തോടെ ഇരിക്കും. ഇവരുടെ പ്രത്യേകത, അവർ വാടിയ മുഖത്തോടെ ഇരുന്നു എന്ന് വായിക്കുന്നു. അഞ്ചാമത്തെ പ്രത്യേകത, ഈ രണ്ടുപേരെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ പ്രതീക്ഷിച്ചത് നടക്കാത്തത് കൊണ്ട് നിരാശരായിരുന്നു. പ്രതീക്ഷിച്ചത് നടക്കാത്തത് കൊണ്ട് അവർ യേശുവിനോട് മറുപടി പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ: ഞങ്ങൾ യേശു എന്നൊരു മനുഷ്യനിൽ വിശ്വസിച്ചിരുന്നു, അവൻ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ വരുമെന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ആശയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾ അങ്ങനെ ആശിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ആശയെല്ലാം അസ്തമിച്ച് ഞങ്ങൾ പ്രതീക്ഷയില്ലാത്തവരായിരുന്നു. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും പ്രതീക്ഷിച്ചത് നടക്കാതെ ആകുലതയോടുകൂടിയും വിഷമത്തോടുകൂടിയും ഇരിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈ മെസ്സേജിന് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്തതാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം തുടർന്നുള്ള ഭാഗങ്ങൾ അതാണ് സംസാരിക്കുവാൻ പോകുന്നത്. പ്രതീക്ഷിച്ചത് നടക്കാതെ നിരാശയോടുകൂടിയുള്ള യാത്ര. നാലാമത്, അവർ ഭ്രമിച്ചിരുന്നു, അവർ പേടിച്ചിരുന്നു എന്ന് വായിക്കുന്നു. എന്താണ്? യേശുവിനോട് സംഭാഷിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ്: ചിലരൊക്കെ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് കണ്ടെന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു, ഞങ്ങളെ പേടിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ പട്ടണത്തിലേക്കുള്ള യാത്ര,
ആർഗ്യുമെന്റേഷൻ, വാദിച്ചുകൊണ്ടും തർക്കിച്ചുകൊണ്ടുമുള്ള യാത്ര, അവരുടെ കണ്ണടയപ്പെട്ട യാത്ര, വാടിയ മുഖത്തോടു കൂടിയുള്ള യാത്ര, പ്രതീക്ഷിച്ചത് നടക്കാതെ നിരാശരായുള്ള യാത്ര, അവർ വിഷമിച്ച് പേടിച്ച് ഭയന്നുള്ള യാത്ര. ഈ യാത്രയിലാണ് ഹല്ലേലൂയ യേശു അവരെ സന്ധിക്കുവാനിടയായി തീർന്നത്. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിന് വളരെയധികം പ്രചോദനം നൽകിയ ഒരു കാര്യം, അവർ ഇങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് അറിഞ്ഞിട്ടും യേശുവിന്റെ പ്രത്യേകത, കർത്താവ് അവരോട് ചേർന്ന് നടക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ സന്ധ്യാസമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്. പലപ്പോഴും നാം ദൈവിക വാഗ്ദത്തത്തിന് അന്യപ്പെട്ടു പോകുമ്പോഴും നമ്മെ കൈവിടാതെ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം നാം ദിനംതോറും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം നല്ലവരായിട്ടല്ല, നാം ദൈവ വഴിയിൽ നടക്കുന്നവരായിട്ടല്ല, നാം നേരെ ചൊവ്വെ ജീവിച്ചത് കൊണ്ടല്ല, പ്രത്യുത നാം നമ്മുടെ വഴി തെറ്റാണെന്ന് മനസ്സിലാക്കിയും, നാം നിരാശയുള്ളവരാണെന്ന് മനസ്സിലാക്കിയും, നാം ഭ്രമിച്ചിരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയും, നാം കാണേണ്ട കാര്യങ്ങൾ കാണാതെ അന്ധത പിടിച്ചവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്നേഹസമ്പന്നനായ ദൈവം ഈ പകൽക്കാലവും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ 2-3 പ്രത്യേകത ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒന്ന്, ഈ കർത്താവ് അവരോട് ചേർന്ന് നടന്നു എന്ന് വായിക്കുന്നു. ആ പദം ഈ ദിവസങ്ങളിൽ വായിച്ചപ്പോൾ എന്നെ വളരെയധികം ആകർഷിക്കുവാനിടയായി. യേശുദാനും അവരോട് കൂടെ അവരോട് ചേർന്ന് നടന്നു. ഹല്ലേലൂയ. നമ്മോട് ചേർന്നിരിക്കുന്ന, നമ്മോട് പറ്റിയിരിക്കുന്ന, നമ്മുടെ ഹൃദയത്തോട് അടുത്തിരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, രോഗത്തിൽ നമ്മോട് ചേർന്നിരിക്കുന്നവൻ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഈ ഒരു സാഹചര്യം അങ്ങനെയാ. എല്ലാവരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാ, ഫിസിക്കലി നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാ. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, കൊറോണ വൈറസിന്റെ വ്യാപനമൊക്കെ ഉണ്ടായപ്പോൾ എല്ലാം സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുന്ന ഒരു സമയമാ. അവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി. ഹല്ലേലൂയ. ദൈവം നമ്മോട് ചേർന്ന് നടക്കുന്നവനാണ്, ചേർന്നിരിക്കുന്നവനാണ്. അവൻ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മോട് ചേർന്ന് നടക്കുന്നവനാ. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, 15-ാം വാക്യം, ചേർന്ന് നടക്കുവാനിടയായി. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് അവരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. കർത്താവ് നമ്മോട് ചേർന്ന് നടക്കുക മാത്രമല്ല, ദൈവം നമ്മോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നവനാണ്. ഹല്ലേലൂയ. അവിടെയാണ് നാം പലപ്പോഴും ദൈവത്തെ അവഗണിക്കാറുള്ളത്. അവിടെയാണ് നാം ദൈവത്തിന് വില കൽപ്പിക്കാതിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ ആ ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിന് ഏർപ്പെടുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഹല്ലേലൂയ ഇവിടെ സംഭവിച്ചത് അറിയാത്ത ഒരു വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ അത് നീ മാത്രമേ ഉള്ളൂ. യേശുവിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വാക്കുകളാണ് പറഞ്ഞത് എങ്കിലും യേശു അവരോട് സംഭാഷിക്കുവാൻ തയ്യാറായി. യേശു അവരോട് സംഭാഷിക്കുവാൻ തയ്യാറായി. പലപ്പോഴും കർത്താവ് നമ്മോട് ചേർന്ന് നടക്കുക മാത്രമല്ല, നമ്മോട് സംഭാഷിക്കുവാനും തയ്യാറാകാറുണ്ട്. പക്ഷേ നാം യേശുവിനെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മാനുഷിക വാക്കുകൾക്കാണ് പലപ്പോഴും പ്രസക്തി കൊടുക്കാറുള്ളത്. നാം മറ്റു പല വാക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. നമ്മോട് ചേർന്ന് നടക്കുന്ന കർത്താവ് നമ്മോട് സംഭാഷിക്കുവാനും തയ്യാറാകുന്ന ഒരു കർത്താവാണ്. എത്ര പേർക്ക് ഇന്നത്തെ പകൽക്കാലം പറയാൻ സാധിക്കും, ഞാൻ എന്റെ യേശുവിനോട് സംഭാഷിക്കുന്ന ഒരു ദൈവ പൈതല? കർത്താവ് അവരുമായി സംഭാഷിച്ചു. അത് മാത്രമല്ല, മൂന്നാമത് കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്തത് വളരെ ഇമ്പോർട്ടന്റ്. യേശു കർത്താവ് അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനിടയായി തീർന്നു. നീ ദൈവത്തോട് ചേർന്ന് നടന്നാൽ, ദൈവത്തോട് സംഭാഷിക്കാൻ തയ്യാറായാൽ, അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് നിന്റെ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഏത് മനുഷ്യനോട് നീ ചേർന്ന് നടന്നാലും, ഈ ലോകത്തുള്ള ഏത് വ്യക്തിയോട് നീ മണിക്കൂറുകൾ സംഭാഷിച്ചാലും, നമ്മുടെ വിശ്വാസത്തെ ഒരുപക്ഷെ ചഞ്ചലപ്പെടുത്തുന്ന വാക്കുകളായിരിക്കാം അവരിൽ നിന്ന് വരുന്നത്. എന്നാൽ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിൽ വിശ്വസിക്കുവാനും യേശുവിനോട് ചേർന്നിരിക്കുവാനും ദൈവത്തോട് സംഭാഷിക്കുവാനും ഇടയായി തീർന്നാൽ നീ വിശ്വാസത്തിൽ ഉറച്ച ഒരു ദൈവ പൈതലായി മാറുവാനിടയായി തീരും. ഹല്ലേലൂയ. ഈ സംഭാഷണമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ മെസ്സേജിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. യേശു ഇങ്ങനെ അവരുമായിട്ട് സംഭാഷിച്ചിങ്ങനെ നടക്കുമ്പോൾ 11 കിലോമീറ്റർ വന്നു. അവർ എമ്മവോസ് എന്ന് പറയുന്ന 7 മൈൽ 11.5 കിലോമീറ്ററോളം അവർ സഞ്ചരിച്ചു. അവരുടെ പട്ടണത്തിൽ, അവരുടെ ഭവനത്തിന്റെ അരികിൽ വന്നു.
യേശു താനും മുന്നോട്ട് കടന്നു പോകുവാൻ ഭാവിച്ചു എന്ന് വായിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവർ യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് വിളിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അവർ യേശുവിനോട് പറയാണ്, കർത്താവേ, രാത്രിയായി, സമയം വൈകി, നീ വന്ന് എന്ത് ചെയ്യണം? എന്റെ ഭവനത്തിൽ പാർക്കണം. ഹല്ലേലൂയ. എന്റെ ഭവനത്തിൽ പാർക്കാൻ നീ വരണം. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച കാര്യം, ഞാനാണ് ആ പൊസിഷനിൽ ഇരുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് യേശുവിനെ അവോയ്ഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ, ശ്രമിക്കത്തുള്ളൂ. കാരണം യേശു പറഞ്ഞ വാക്കുകളൊന്നും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. യേശു തീർത്തും അവരെ വിളിച്ചു, മന്ദബുദ്ധികളെ എന്നവരെ വിളിച്ചു. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ വിളിച്ച ഒരാളിനെ വീട്ടിൽ വിളിക്കുന്നതിനോ ക്ഷണിക്കുന്നതിനോ നമ്മൾ ആരും തയ്യാറാകാറില്ല. ഹല്ലേലൂയ. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും കഠിനമായിട്ടുള്ള മനസ്സുള്ള, അന്ധത പ്രാപിച്ച, ഭയപ്പെട്ടിരുന്ന, ആകുലരായിരുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഈ ശിഷ്യന്മാർ യേശുവിനെ ഭവനത്തിലേക്ക് വിളിക്കുവാനുണ്ടായ കാര്യം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ 11 മണിക്കൂർ ദീർഘമുള്ള അവരുടെ യാത്ര മധ്യേ യേശുവിന്റെ സംഭാഷണവും യേശുവിന്റെ സാമീപ്യവും, യേശു വ്യത്യസ്തതയുള്ള ആരോ ഒരുവനാണ് എന്ന് അവർക്ക് ബോധ്യം നൽകുവാനിടയായി തീർന്നു. നിന്റെ ആത്മീക യാത്രയിൽ നിന്നോട് ചേർന്ന് നടക്കുന്ന യേശുവിനെ നമ്മുടെ ഭവനത്തിൽ ഇൻവൈറ്റ് ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന ഘടകം യേശു മറ്റാരേക്കാളും വലിയവനാണെന്നുള്ള തിരിച്ചറിവാണ്. യേശു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള തിരിച്ചറിവാണ് ഒരു ദൈവ പൈതലിന്. യേശുവിന് നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാനം കൊടുക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന കാര്യം. ഹല്ലേലൂയ. ഒരുപക്ഷെ ബാലശിക്ഷകളൊക്കെ കർത്താവ് തന്നിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആൻസേഴ്സ് കർത്താവ് നമുക്ക് തന്നിരിക്കും. നാം ആഗ്രഹിക്കുന്ന മറുപടികൾ നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരുപക്ഷെ നമുക്ക് ലഭ്യമാകാതിരിക്കും. പക്ഷെ അതിന്റെ നടുവിലും യേശു ആരെന്ന് നന്നായി തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതലിന് അവനെ ഭവനത്തിൽ കൈക്കൊള്ളുവാനുള്ള അവനൊരു ആഗ്രഹം ഉണ്ടാകും. അതാണ് നാം ഇവിടെ കാണുന്നത്. യേശു അവരെ വളരെ ഹാർഷായിട്ടുള്ള രീതിയിൽ അവരോട് സംസാരിച്ചു. എങ്കിലും അവിടെ കൊണ്ട് അവർ മടങ്ങി പോയില്ല. യേശുവിനെ അവർ ഭവനത്തിലേക്ക് വിളിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവരിങ്ങനെയാ പറയുന്നത്, കർത്താവേ, എന്റെ വീട്ടിൽ നിങ്ങൾക്ക് രാപാർക്കാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രാത്രി ആയെന്ന് അതിന്റെ അർത്ഥം. രാപാർക്കുവാനായി, രാത്രി സ്റ്റേ ചെയ്യുവാനായി യേശുവിനെ അവർ വിളിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിനെ വിളിച്ചിട്ട് എന്താ ചെയ്തത്? യേശു 2 കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഒന്ന്, യേശുവിനെ ആ വീട്ടിൽ കൊണ്ടുവന്ന്, അപ്പൊ നമുക്കറിയാം യേശു ഇപ്പോൾ ഒരു ഗസ്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പഠനത്തിന് വേണ്ടിയാണ് ഈ വചനം ഞാൻ എടുത്തത്. യേശു ഒരു ഗസ്റ്റ് ആണ് അവിടെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്താ ചെയ്തത്? യേശു അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുക്കുകയാണ്. ഈ ഒരു കൾച്ചർ അനുസരിച്ച്, യഹൂദന്മാരുടെയും പാലസ്തീനിലുള്ള ആൾക്കാരുടെയും കൾച്ചർ അനുസരിച്ച്, ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതുവരെ ആരും ഉപയോഗിക്കാത്ത പാത്രം കൊടുക്കുകയും, ആരും ഭക്ഷിച്ചിട്ടില്ലാത്ത ഒരു പാത്രത്തിൽ അവർക്ക് വിഭവങ്ങൾ കൊടുക്കുകയും, അപ്പം ആ വീട്ടിന്റെ ഉടയവനെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ഗസ്റ്റിന് സെർവ് ചെയ്യുന്ന ഒരു രീതിയാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ളത്. അതാണ് അവരുടെ കൾച്ചർ. എന്നാൽ ഇവിടെ നോക്കൂ, ആരാണ് അപ്പം എടുത്ത് നുറുക്കുന്നത്? അത് യേശുവാണ്. കാരണം എന്താണെന്ന് അറിയാമോ? യേശുവിനെ ഒരു ഗസ്റ്റ് ആയിട്ടല്ല അവർ അക്സെപ്റ്റ് ചെയ്തത്, ആ കുടുംബത്തിന്റെ നാഥനായി അക്സെപ്റ്റ് ചെയ്യുവാൻ അവർ തയ്യാറാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവേ, നീ എന്റെ വീട്ടിൽ രാപാർക്കണം. പക്ഷെ നീ എന്റെ വീട്ടിൽ വരാൻ തയ്യാറായപ്പോൾ അങ്ങ് ഒരു ഗസ്റ്റിനെ പോലെ അല്ല ഞാൻ ട്രീറ്റ് ചെയ്യേണ്ടത്. എന്റെ വീട്ടിന്റെ സകലത്തിന്റെയും അധികാരം ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാ. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഇതാണ്. കർത്താവിന് നമ്മുടെ ആവശ്യത്തിന് നടുവിൽ ഇടപെടുവാൻ വേണ്ടി വിളിക്കുന്ന ഒരു ഗസ്റ്റ് ആയിട്ട് മാത്രം കണക്കാക്കാറുണ്ട്. നമ്മുടെ സോഷ്യൽ ഫെലോഷിപ്പിൽ പലപ്പോഴും ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ മറ്റു പലർക്കും നാം പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു സ്ഥിരതാമസക്കാരനായി കർത്താവിനെ വയ്ക്കുവാൻ ഈ രാത്രിയിൽ എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും? ഹല്ലേലൂയ. അവരെന്താ ചെയ്തെന്നറിയാമോ? കർത്താവിനെ വിളിച്ചു. ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, നീ ഈ വീട്ടിന്റെ ഓർഡറാണ്, നീ എന്ത് ചെയ്യണം? അപ്പം എടുത്ത് നുറുക്കണം. ഹല്ലേലൂയ. അതിന്റെ കോണ്ടെക്സ്റ്റ് പഠിക്കുമ്പോൾ അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ യേശുവിനോട് പറഞ്ഞു, നീ അപ്പം എടുത്ത് നുറുക്കണം. യേശു കർത്താവ് ആ ക്ഷണം അങ്ങ് സ്വീകരിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗത്തിന്റെ നാടുകളിൽ നാം മറ്റ് സമയങ്ങളെക്കാൾ അധികമായി യേശുവിനെ വിളിക്കാറില്ലേ? നമുക്കൊരു സാമ്പത്തിക ആവശ്യമുള്ളപ്പോൾ
അപ്പോൾ ഇൻക്ലൂഡിങ് മീ, എന്നെ കൂടെ ചേർത്ത് ഞാൻ പറയുക, നാം ദൈവസന്നിധിയിൽ ആഴമായി കർത്താവിനെ വിളിക്കാറില്ലേ? നമുക്കൊരാവശ്യം നേരിടുമ്പോൾ നാം മറ്റെന്തിനേക്കാളും അധികമായി യേശുവിനെ ബോധന ചെയ്യാറില്ലേ? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കൂ, നമ്മുടെ മറ്റു ഫെലോഷിപ്പ് ആമേൻ മറ്റു കാര്യങ്ങൾ നാം ആമേൻ കൊണ്ടാടുമ്പോൾ, അല്ലെങ്കിൽ മറ്റു പല ഇടപാടുകളിൽ ദൈവത്തെ ഇൻക്ലൂഡ് ചെയ്യുവാൻ, ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുവാൻ എത്ര പേർ തയ്യാറായിട്ടുണ്ട്? അങ്ങനെ ഇല്ല എങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി മാത്രമാണ്. ദൈവത്തെ ഒരു അതിഥിയായി നാം സ്വീകരിക്കുകയാണ് എങ്കിൽ ഏത് സമയവും അതിഥിക്ക് മടങ്ങിപ്പോകുവാനുള്ള ഒരു അവകാശമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യവേളകളിൽ നാം കർത്താവിനെ തപ്പി നോക്കുമ്പോൾ പലപ്പോഴും കാണാറില്ല. ഈ ദിവസങ്ങളിൽ ദൈവത്തെ ഒരു സ്ഥിര താമസക്കാരനാക്കി വയ്ക്കുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭവനത്തിനകത്ത് ഏതെല്ലാം കാര്യങ്ങൾക്ക് ഒരു വീട്ടുടൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കും എനിക്കും അവകാശമുണ്ടോ, അതേ അവകാശം യേശുവിന് കൊടുക്കാൻ തയ്യാറായാൽ കർത്താവ് ചില അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീരും. ആമേൻ. ഇവിടെ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് അപ്പമെടുത്ത് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ചൊല്ലി നുറുക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ കണ്ണ് തുറക്കുവാനിടയായി. രണ്ട് കാര്യങ്ങൾ അവരവിടെ കണ്ടത്. രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, അവർ യേശുവിന്റെ കരം കാണുവാനിടയായി. യേശുവിന്റെ കരം കാണുവാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വളരെയധികം വേദപുസ്തകം അവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്തോടി കടന്നുപോയ ചിന്തകളാണ് ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത. ഞാൻ ചിന്തിക്കുന്നത് 2 ദിവസത്തിന് മുമ്പ്, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഇംഗ്ലീഷ് മെസ്സേജിനകത്ത് അത് പ്രസംഗിക്കുവാനിടയായി തീർന്നു. ഇവർ കർത്താവിന്റെ കരത്തിന്റെ ആണിപ്പഴുത് കണ്ടു എന്നുള്ളത് വ്യക്തമാണ്. കാരണം അപ്പം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കാണൊക്കെയാണ് ഉയർത്തിപ്പിടിച്ച് അതിനെ നുറുക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, നമുക്ക് കർത്തൃമേശയ്ക്ക് അപ്പം എടുത്ത് നുറുക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. എല്ലാവരും വട്ടത്തിന് ചുറ്റി മുന്നിലിരിക്കുമ്പോൾ യേശു കർത്താവ് അപ്പം എടുത്ത് നുറുക്കുമ്പോൾ അവർ യേശുവിനെ തിരിച്ചറിയുവാനിടയായി തീർന്നു. യേശു അത് കാണൊക്കെ തന്നെ നുറുക്കി എന്നുള്ളതിന് തെളിവ് പിന്നെയും ഉണ്ട്. അതിന് അടുത്ത ഭാഗം വായിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരെല്ലാവരും കൂടി അടഞ്ഞിരിക്കുന്ന ഒരു റൂമിനകത്തിരിക്കുമ്പോൾ യേശു അതിന്റെ നടുവിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഭ്രമിച്ചു വിശ്വസിക്കാതിരുന്നപ്പോൾ യേശു തന്റെ വിലാപ്പുറവും തന്റെ ആണിപ്പഴുതും അവരെ കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുകയും. ഹല്ലേലൂയ. അപ്പോൾ ഈ ശിഷ്യന്മാർക്കും യേശു അപ്പം നുറുക്കുമ്പോൾ ആണിപ്പഴുത് യേശു കാണിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ കരത്തിന്റെ പ്രത്യേകത വേഗത്തിൽ ഞാനൊന്ന് വിവരിക്കാം. ഞാൻ ഇന്നലെയും അതിന് 1-2 ഭാഗങ്ങൾ ഞാൻ ടച്ച് ചെയ്ത് പറഞ്ഞു. ദൈവമക്കളെ, യേശുവിന്റെ കരം നമ്മെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള കരമാണ്. നമ്മുടെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങൾ അനുഭവിച്ച സൗഖ്യത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ അടിപ്പിണരാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. യേശുവിന്റെ കരത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. യേശുവിന്റെ കരം സൗഖ്യമാക്കുന്ന കരമാണ്. ആ ആണിപ്പഴുതുള്ള കരമാണ് നമ്മെ ആമേൻ സൗഖ്യമാക്കുവാൻ കഴിയുന്ന കരം. ഇന്നലെ ഞാൻ ഇംഗ്ലീഷ് സർവീസ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറയുവാനിടയായി തീർന്നു, ഈ കരത്തെ മറ്റാരെക്കാളും അധികമായി പഴയ നിയമത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു നെഹമ്യ. നെഹമ്യാവ് പറയുന്നുണ്ട്, ആമേൻ, ഞാൻ രാജാവിന്റെ മുമ്പിൽ എന്റെ ആമേൻ പട്ടണത്തിന്റെ ആമേൻ മതിലിന്റെ പണിക്ക് വേണ്ടി കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ, ഞാൻ എന്റെ ആമേൻ രാജാവിന്റെ മുമ്പിൽ ആ വിഷയം ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് എനിക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്തു. ഇവിടെ ആമേൻ നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, എന്റെ ദൈവമായ യഹോവയുടെ ദയയുള്ള കരം എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് എന്റെ കർത്താവ് എനിക്ക് കാര്യം സാധിപ്പിച്ചു. ഹല്ലേലൂയ. എത്ര പേർക്ക് നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് പറയാൻ സാധിക്കും, എന്റെ ദൈവത്തിന്റെ ബലമുള്ള കരം, ദയയുള്ള കരം എനിക്ക് അനുകൂലമായിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം അനുകൂലമായിട്ടുണ്ട് എങ്കിൽ ഹല്ലേലൂയ, ദൈവമക്കളെ, നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഈ ശിഷ്യന്മാര് ആമേൻ അതുമുതൽ ധൈര്യമുള്ളവരായി തീർന്നതിന്റെ കാര്യം അവർ കണ്ട കരം യേശുവിന്റെ ആണിപ്പഴുതുള്ള കരമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ കരത്തിന്റെ പ്രത്യേകത എന്താ? ഞാൻ വേഗത്തിൽ വന്നിട്ട് കാര്യം പറയാം. യേശുവിന്റെ കരം സൗഖ്യമാക്കുന്ന കരമാണ്. യേശുവിന്റെ കരം നമ്മെ ഉയർത്തുന്ന കരമാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശു നമ്മെ പലപ്പോഴും തന്റെ കരത്തിൽ മറയ്ക്കുവാനിടയായി തീരും. അതെന്തിനാണെന്നറിയാമോ? ആമേൻ, യേശുവുമായിട്ട് ഒന്ന് അടുത്ത ബന്ധം പുലർത്തുവാൻ. പക്ഷെ ആ മറച്ച കരം എപ്പോഴും നമ്മെ മറച്ചു പിടിക്കത്തില്ല. ഒരു ദിവസം ശത്രുക്കൾ കാണുകെ അവൻ നിന്നെ ഉയർത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. എന്നും മറച്ചു വയ്ക്കുന്ന കരമല്ല യേശുവിന്റെ കരം. യേശുവിന്റെ ബലമുള്ള കരത്തിൽ താഴ്ന്നിരിക്കുന്നവനെ
തക്ക സമയത്ത് ഉയർത്തിപ്പിടിച്ചുയർത്തുന്ന ഒരു കരമാണ് യേശുവിന്റെ കരം. നിന്നെ താങ്ങാമെന്ന് പറഞ്ഞ, നിന്നെ അവൻ ഉയർത്താമെന്ന് പറഞ്ഞ കരങ്ങളെല്ലാം തകർന്നാലും തകരാത്തൊരു കരം നമുക്ക് വേണ്ടിയുണ്ട്. ആ കരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവമക്കളാണ് നാം ഓരോരുത്തരും. ഈ പകൽക്കാലം ഒരു ശത്രുവിനും നമ്മെ തൊടുവാൻ കഴിയാത്തതിന്റെ കാര്യം എന്തെന്ന് പറയട്ടെ മക്കളെ, ദൈവമക്കളെ, നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലാണ്. അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. തലമുറകളെ കുറിച്ചുള്ള ആകുലതകൾ ഉള്ളവരുണ്ടെന്ന് എനിക്കറിയാം. ജോലി സംബന്ധമായ വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. നേരത്തെ പാസ്റ്റർ വിജയൻ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ആ വിഷയങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ ഒത്തിരി വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ദൈവവചനമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഹല്ലേലൂയ, ആമേൻ, ആ പ്രതിസന്ധിയുടെ നടുവിലും ഹല്ലേലൂയ, നീ ദൈവകരത്തിൽ ഒന്ന് താണിരിക്കാൻ തയ്യാറാക്. കർത്താവ് നിന്നെ എല്ലാവരും കാണക്കെ ഉയർത്തുവാനിടയായി തീരും. എല്ലാവരും കാണക്കെ നിന്നെ ആദരിക്കുവാനിടയായി തീരും. കാരണം ദൈവത്തിന്റെ കരം നമ്മെ ഉയർത്തുന്ന കരമാണ്. അത് മാത്രമല്ല, ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി കരുതുന്ന കരമാണ്. നമുക്ക് വേണ്ടി കരുതുന്ന കരമാണ്. അതാണ് നെഹമ്യാ പറഞ്ഞത്, കർത്താവേ, ആമേൻ, ദൈവമേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. രാജാവ് എനിക്ക് അനുകൂലമായത് കൊണ്ട്, ആമേൻ, ഒരു എഞ്ചിനീയർ അല്ലാത്ത ഞാൻ, ഹല്ലേലൂയ, കൺസ്ട്രക്ഷനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്ത ഇരിക്കുന്ന ഞാൻ, എന്താണ് ആമേൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് അറിയാത്ത ഞാൻ ഒരു മതിൽ പണിക്ക് വേണ്ടി പോകുന്നു. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ആമേൻ, എന്റെ പണിയിൽ, എന്റെ ജോലിയിൽ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ആ കരം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നിന്റെ പ്രതിസന്ധിയുടെ നടുവിലും ആകുലതയുടെ നടുവിലും നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവകരമുണ്ട്. ദൈവമക്കളെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. അവൻ പ്രവർത്തിക്കാൻ കഴിയാതവണ്ണം അവന്റെ കരം കുറുകി പോയിട്ടില്ല എന്ന് തിരുവചനം വായിക്കുന്നു. നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവകരമുണ്ട്. ഹല്ലേലൂയ. ആ കരത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ആ കരത്തിലാണ് ദൈവമക്കളെ നാം വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ശക്തിയുള്ള കരമാണ്. ശക്തിയുള്ള കരമാണ്. ഹല്ലേലൂയ. എന്തിനാ? ആമേൻ, നമ്മെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, ഹല്ലേലൂയ, നമ്മെ സംരക്ഷിക്കുവാൻ ദൈവത്തിന്റെ കരം സംരക്ഷിക്കുന്ന കരമാണ്. ആമേൻ. ഞാൻ ഇന്നലെ വീണ്ടും ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണം, കുറച്ചുപേര് ഇന്നലെ ഇല്ലായിരുന്നല്ലോ. ആമേൻ. നെഹമ്യാ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. മതിൽ പണിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആമേൻ, ദൈവത്തിന്റെ കരം അവർ വീണ്ടും കാണുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാ? സൻബല്ലത്തും തോബിയാവും എല്ലാം എണീറ്റ് പറഞ്ഞു, ആമേൻ, ഒരു കുറുക്കൻ ചാടിയാൽ ഇടിഞ്ഞു പോകാൻ കഴിയുന്നതാണ് നിങ്ങളുടെ മതിൽ എന്ന് പറഞ്ഞവരെ ആക്ഷേപിച്ചപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, കുറെ പേർ വാളും പിടിച്ചുകൊണ്ട് അവർക്ക് കാവൽ നിന്നു. കുറെ പേര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുവാനിടയായി തീർന്നു. കുറെ പേര് മതിൽ പണിക്ക് വേണ്ടി സഹായിക്കാൻ തുടങ്ങി. കുറെ പേര് ദീപന്തം പിടിച്ചവർക്ക് ദീപം കാണിക്കുവാനിടയായി തീർന്നു. കുറെ പേർ ഒരുമിച്ച് പണിയുവാനിടയായി തീർന്നു. എല്ലാവരുടെ പ്രവൃത്തിയിലും അവർ കണ്ടത് ഞങ്ങളുടെ പ്രവൃത്തികളെക്കാൾ അധികമായി ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. നെഹമ്യാവിനെ കൊല്ലുവാൻ വേണ്ടി പോലും ശ്രമിച്ചപ്പോൾ നെഹമ്യാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്റെ ദൈവം ദൈവത്തിന്റെ കരം കണ്ടിട്ട് ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമെന്ന് കണ്ടിട്ട് ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ. ഈ രാത്രിക്കാലം ഞാൻ ദൈവത്തിന്റെ മക്കളോടായി പറയട്ടെ, ഒരുപക്ഷെ ദൈവം നിന്നെ ഈ ദേശത്ത് അയച്ചിട്ടുണ്ട് എങ്കിൽ ദൈവം തന്റെ കരം പിടിച്ച് നിന്നെ നടത്തുവാൻ കഴിയുന്നവനാണ്. അവന്റെ കരത്തിന്റെ കീഴിലിരിക്കുന്ന ദൈവവൈതലിനെ നയിക്കുവാൻ ബലമുള്ള കരമാണ് ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. അവൻ നമ്മെ പിടിച്ച് വഴി നടത്തുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കരമാണ്. നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ കരം, നമ്മെ രൂപാന്തരം വരുത്തുന്ന ദൈവത്തിന്റെ കരം. എനിക്ക് വിശദീകരിക്കുവാൻ സമയമില്ല. ഞാൻ ഇന്നലെ കുറെ ഭാഗങ്ങൾ പറഞ്ഞതാ. ഇവർ ദൈവത്തിന്റെ കരം കാണുവാനിടയാണ്. ദൈവത്തിന്റെ ആണിപ്പടുത്തുള്ള കരം കണ്ടപ്പോൾ അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവർ ദൈവത്തിന്റെ കരം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? പെട്ടെന്ന് അവർക്ക് സംഭവിച്ചത്, ഹല്ലേലൂയ, അവരുടെ കണ്ണ് തുറക്കുവാനിടയായി. അവരുടെ കണ്ണ് തുറക്കുവാനിടയായി. ഇത് വളരെ പ്രധാനപ്പെട്ടതാ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അവരുടെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവത്തിന്റെ ടോട്ടൽ സ്റ്റോറി മാറി മറിയുവാനിടയായത്. കർത്താവ് നമ്മുടെ അകത്തെ മനുഷ്യന്റെ കണ്ണു തുറന്നാൽ മിനിമം 3 കാര്യങ്ങൾ സംഭവിക്കും. വേദപുസ്തക അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങൾ മിനിമം സംഭവിക്കും. ഒന്ന്, ദൈവം ഒരുക്കിയിരിക്കുന്ന കരുതൽ ഒരു ദൈവ പൈതൽ കാണുവാൻ ദൈവം നമ്മുടെ കണ്ണു തുറക്കാനിടയാണ്. ഞാൻ പണ്ടെങ്ങോട്ട് എന്റെ ഒരു പ്രസംഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹാഗറിനെ ഒരു തുരുത്തി വെള്ളവുമായി അന്നുണ്ടായിരുന്ന മൾട്ടി മില്യണർ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ, ഹല്ലേലൂയ, അവൻ കൊടുത്ത അപ്പവും വെള്ളവും എല്ലാം തീർന്ന് വഴിയിൽ അവൻ കുഞ്ഞിനെ അല്പദൂരം മാറ്റിക്കിടത്തി അവന്റെ കരച്ചിൽ കാണാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ
അവളുടെ ഫിസിക്കൽ കണ്ണ് നന്നായി തുറന്നിരുന്നു. അവൾ എങ്ങോട്ട് പോകുന്നു എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷെ ദൈവം അവിടെ ഒരുക്കിയ ഒരു ഉറവയുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ രാജ്യത്തുള്ള ഏറ്റവും പണക്കാരനായ ഏബ്രഹാം അവക്ക് കൊടുത്തത് ഒരു തുരുത്തി വെള്ളം മാത്രമായിരുന്നുവെങ്കിൽ എന്റെ കർത്താവ് ആ മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി കരുതിയത് ഒരു ഉറവയായിരുന്നു. ദൈവമൈതലേ, ഹല്ലേലൂയ. നാം ആകുലപ്പെടുന്നത് നമ്മുടെ കമ്പനിയുടെ ടെർമിനേഷൻ ഭയപ്പെട്ടിട്ടാണോ? എന്നാൽ നിനക്ക് ദൈവം ഒരുക്കുന്നത് ഒരു ഉറവയാണ്. ഹല്ലേലൂയ. ഒരു തുരുത്തി വെള്ളം മാത്രമേ ഈ ലോകത്തിൽ നാം ആശ്രയിക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് നിനക്ക് നൽകാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നിനക്ക് വേണ്ടി ഒരിക്കലും മറ്റാത്ത ഉറവ തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ആകുലതകളുണ്ട്, നമുക്ക് എല്ലാവർക്കും വറീസുണ്ട്. ഈ പകൽക്കാലം ദൈവമക്കളോടായി പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ഭാവിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. അബ്രഹാം അവളെ അവിടെ ഇറക്കി വിടുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, ദൈവം അവൾക്ക് വേണ്ടി നീരുറവ തുറന്നു. ആമേൻ, ഹല്ലേലൂയ. ഏബ്രഹാം അവൾക്ക് ഒരു തുരുത്തി വെള്ളം അവളുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നതിന് മുമ്പേ ഒരു നീരുറവ തുറന്ന് അവൾക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവം ഈ പകൽക്കാലം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ അങ്ങനെ വായിക്കുന്നത്, യഹോവ അവൾ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ നാം ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എന്റെ കണ്ണൊന്ന് തുറക്കണമേ, അങ്ങ് ഒരുക്കിയിരിക്കുന്ന നന്മ കാണുവാൻ, അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുതൽ കാണുവാൻ എന്റെ കണ്ണ് തുറക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും? അവർക്ക് വേണ്ടി എന്റെ കർത്താവ് അത്ഭുതം ഒരുക്കി വെച്ചിരിക്കുന്നത് നീ കാണും. ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് എന്നെയും നിങ്ങളെയും ഈ ദേശത്ത് കൊണ്ടുവന്നത് ദൈവഹിതത്താലാണ് എങ്കിൽ എന്നെ നിങ്ങളെ പുലർത്തുവാനുള്ള വഴി ഒരുക്കാതെ ദൈവം നമ്മളെ കൊണ്ടുവരത്തില്ല. നിങ്ങൾ വേദപുസ്തകം ഉടനീളം എടുത്ത് പഠിച്ചു നോക്കൂ. ആമേൻ. ദൈവം ഒരു പ്രതിസന്ധിയിൽ വന്ന് പെട്ടതിന് ശേഷമല്ല ദൈവമക്കൾക്ക് വേണ്ടി കരുതിയത്, ദൈവം കരുതി വച്ചിട്ടാണ് പ്രതിസന്ധി കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ദൈവം കരുതി വച്ചിട്ടാണ് ആ പ്രതിസന്ധിയിലേക്ക് നിന്നെ നയിക്കുന്നത്. എന്റെ ദൈവത്തിന് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നന്നായി അറിയാം. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ആകുലമായിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക പരാധീനതകളുള്ളവരുണ്ട്, കമ്പനി സാലറി സമയത്ത് ലഭിക്കാത്തവരുണ്ട്. ദൈവത്തിൽ ആശ്രയിക്ക്. എന്റെ ദൈവമോ, ഹല്ലേലൂയ, തന്റെ ധനത്തിനൊത്തവണ്ണം നിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ഈ ദിവസങ്ങൾ ആശ്രയിക്കട്ടെ. നമ്മുടെ കണ്ണു തുറന്നാൽ ദൈവം ഒരുക്കിയ കരുതൽ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഞാൻ ഒത്തിരി ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം നമ്മുടെ കണ്ണു തുറന്നാൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം കാണും. ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം കാണും. പണ്ടൊരിക്കൽ നമുക്കറിയാം, എലീശ പ്രവാചകന്റെ ശിഷ്യന്മാർ, അന്ന് പ്രവാചകന്മാർക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു. കാരണം പ്രവചന ശുശ്രൂഷ പണ്ട് നടത്തിയിരുന്നത് ഇന്ന് നടത്തും പോലെയല്ല. പ്രവചന ശുശ്രൂഷയുടെ പ്രധാന കാര്യം ഫ്യൂച്ചർ പ്രിഡിക്ഷൻ, ഭാവി പറയുന്ന ഒരു പരിപാടിയിലേക്ക് ഈ ദിവസങ്ങളിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. പക്ഷെ അതല്ല പ്രവാചന ശുശ്രൂഷ എന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവമക്കളെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ് പ്രവാചകന്മാരുടെ ശുശ്രൂഷ. അതിൽ ഭാവിയും പ്രസന്റും ഫ്യൂച്ചർ എല്ലാം കമ്പൈൻ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നാളെ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറയുന്നതല്ല പ്രവചന ശുശ്രൂഷ. അപ്പോൾ അങ്ങനെ ശിഷ്യന്മാരാകുവാനായി പഠിച്ചുകൊണ്ടിരുന്ന കുറെ പേർ അവർ ഒരു വനത്തിൽ ചെന്ന്, ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന്, അവരിയ്ക്കുന്ന സ്ഥലം ഇടുക്കമായത് കൊണ്ട് വീടൊക്കെ ഉണ്ടാക്കി വിശാലമായി ഇങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു മഹാസൈന്യം അവർക്ക് ചുറ്റും നിൽക്കുന്നത് കാണുകയാണ്. സൈന്യം ലിറ്ററലായിട്ട് അവിടെ വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഒരു ശിഷ്യൻ ഓടി വന്നിട്ട് എലീശയോട് പറയുകയാണ്, നോക്ക്, വെളിയിൽ ഒരു വലിയ സൈന്യം വന്ന് നമ്മെ അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുന്നു. എലീശ പ്രാർത്ഥനയിൽ നിന്നൊക്കെ എണീറ്റ് ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ ഒരു ശിഷ്യൻ വന്ന് പറയുക, എലീശ അവിടെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. കർത്താവേ, നീ ഒരുക്കിയിരിക്കുന്ന സൈന്യത്തെ കാണുവാൻ തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കണ്ണാ അടഞ്ഞിരുന്നത്? ഫിസിക്കൽ കണ്ണല്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഒന്നും കാണത്തില്ലായിരുന്നു. അവന് എലീശയെ തിരിച്ചറിയാൻ സാധിച്ചു, കൂടെ നിൽക്കുന്ന വലിയ സൈന്യത്തെ തിരിച്ചറിയാൻ സാധിച്ചു. പക്ഷേ അവൻ അടഞ്ഞിരുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം കാണാതെ വണ്ണം അവന്റെ കണ്ണടയുവാനിടയായി തീർന്നു. ആ പ്രാർത്ഥനയിൽ അവന്റെ കണ്ണു തുറക്കുവാനിടയായി തീർന്നു. അവന്റെ കണ്ണു തുറന്നപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. അവൻ നോക്കിയിട്ട് പറയുകയാണ്, ആമേൻ, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിന്റെ പ്രതിസന്ധി വലുതായി നീ കാണുമ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന
ഒരുക്കിയിരിക്കുന്ന സംരക്ഷണത്തിന്റെ വലയത്തെ ആത്മദൃഷ്ടി കൊണ്ട് കാണുന്നവൻ പറയും, എന്റെ കൂടെ ഉള്ളവൻ, എന്റെ അകത്ത് വസിക്കുന്നവൻ ലോകത്തുള്ളവനേക്കാൾ, എന്റെ കൂടെ ഉള്ളവർ ലോകത്തുള്ളവരെക്കാൾ വലിയവരാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അത് കാണുവാൻ നമ്മുടെ കണ്ണ് തുറക്കട്ടെ. ഭയപ്പെട്ടിരുന്നവർ, ആമേൻ, ആകുലപ്പെട്ടിരുന്നവർ, എന്ത് ചെയ്യുമെന്നറിയാതെ വ്യാകുലരായി നിന്നവർ, അവർക്ക് യേശുവിന്റെ കരം കാണുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ സംരക്ഷണം കാണുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിന്റെ കരം കാണുവാനായിട്ട് എത്ര പേർ, ആമേൻ, നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിക്കും, എന്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും? ഇവിടെ ശിഷ്യന്മാർ മൂന്നാമതായി ദൈവത്തിന്റെ, ആമേൻ, കരുതൽ കാണുവാൻ അവരുടെ കണ്ണു തുറന്നു. മാത്രമല്ല ദൈവത്തിന്റെ സംരക്ഷണം കാണുവാൻ കണ്ണു തുറന്നു. മൂന്നാമത് ദൈവത്തെ തന്നെ കാണാൻ കണ്ണു തുറന്നു. അവരുടെ കണ്ണു തുറന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതായിരുന്നു യേശു. നമുക്ക് കർത്താവിനെ കുറിച്ച് കേട്ടുകേൾവിയാണ് കൂടുതൽ. സ്തോത്രം. നമുക്കറിയാം യേശുവിനെ എത്ര പേർ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട്. സാന്നിധ്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയും അന്യഭാഷ ഞാൻ പറയാറുണ്ടെന്നായിരിക്കും എല്ലാവരും മനസ്സിൽ പറയുന്നത്. അതൊന്നും ദൈവിക സാന്നിധ്യത്തിന്റെ ഒരു തലം മാത്രമേ ഉള്ളൂ. ദൈവത്തെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്, ദൈവത്തിന്റെ തേജസ് കാണുവാനായിട്ടുള്ള ഒരു സാധ്യത എത്ര പേർ തേടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവർ? ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയട്ടെ, ആമേൻ, ഞാൻ ഉൾപ്പെടുന്ന പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഇപ്പോഴുള്ള തലമുറകളുടെ ഒരു അപജയം ഇതാണ്. ആമേൻ. നമുക്ക് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ ഒരിക്കൽ കണ്ടവൻ, അവന്റെ സാക്ഷിയിൽ അവനൊരു വ്യത്യാസം ഉണ്ടാകും, അവന്റെ ജീവിത ശൈലിയിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. അതാണ് മറുരൂപമലയിൽ സംഭവിച്ചത്. അതുവരെ കണ്ട കർത്താവ് സൗഖ്യദായകൻ എന്ന് മാത്രം തിരിച്ചറിഞ്ഞ പത്രോസ്, അതുവരെ കണ്ട കർത്താവ്, ആമേൻ, ആമേൻ, രോഗികളെ സൗഖ്യമാക്കി ഒരു സ്റ്റാറായി നിൽക്കുന്ന ഫിഗറാണെന്ന് മാത്രം കണ്ട കർത്താവ് പത്രോസ് യേശുവിന്റെ, ആമേൻ, തേജസ്സിന്റെ, ആമേൻ, ആ മറുരൂപം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറയാണ്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. ഹല്ലേലൂയ. തിരിച്ചു വന്നിട്ട് അവൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. തന്റെ ലേഖനങ്ങളിൽ തനിക്കെതിരായി കടന്നു വന്ന കുറെ പേരുണ്ട്. അവര് പറഞ്ഞു, നീ ഇതെല്ലാം സ്റ്റോറി പറയുകയാണ്, കെട്ടുകഥ പറയുകയാണ് എന്ന് പറഞ്ഞപ്പോൾ താൻ പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. ഞാൻ നിങ്ങളോട് യേശുവിന്റെ ശക്തിയെയും പ്രത്യക്ഷതയും അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. ഹല്ലേലൂയ. ഞാൻ യേശുവിന്റെ മഹിമ കണ്ട സാക്ഷിയാണ്. എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും? എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും? എനിക്കറിയാം. ആമേൻ, ആമേൻ. നിങ്ങൾ ഇരുന്നു കൊണ്ടൊന്ന് ചിന്തിക്കണം. ഞാൻ യേശുവിനെ കുറിച്ചുള്ള ഒരു ദർശനമെങ്കിലും എന്റെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുണ്ട്. യേശുവിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അത് എന്തുമായിക്കൊള്ളു പ്രിയപ്പെട്ടവരെ, അതെന്തുമായിക്കൊള്ളട്ടെ. ഞാൻ ഇന്നൊരു രൂപമെന്നല്ല പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതൊരു പക്ഷേ ഒരു അസാധ്യമായിട്ടുള്ള, അസാമാന്യമായിട്ടുള്ള, നിന്റെ പ്രതീക്ഷകൾക്കും ചിന്തകൾക്കും അധികമായിട്ടുള്ള ഒരു വിഷനാകാം, ഒരു ഡ്രീംസ് ആകാം. ഒരുപക്ഷെ നീ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ നീ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെയുള്ള തേജസ്സിന്റെ ദൈവിക സാന്നിധ്യമാകാം. എന്തുമായിക്കൊള്ളട്ടെ, അതിന് അപ്പിയറൻസ് ഓഫ് ഗോഡ്, തെയോഫനി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്, അതിനൊരു രൂപമൊന്നുമില്ല. കാരണം ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞു. ആത്മാവിന് രൂപമില്ല. ദൈവത്തിന് ഏത് രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യക്ഷപ്പെടാൻ പറ്റും. ഹല്ലേലൂയ. ആ ഒരു ആത്മീക സാന്നിധ്യം, ആ ഒരു ദൈവത്തിന്റെ തേജസ് എത്ര പേർക്ക് കണ്ടിട്ടുണ്ട് എന്ന് ഈ രാത്രിയിൽ പറയാൻ സാധിക്കും? ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ പറയും, ഞാൻ യേശുവിനെ സാക്ഷിക്കുന്നത്, ഞാനൊരു ദൈവ പൈതലായി ജീവിക്കുന്നത്, ഞാൻ ദൈവത്തെ പിൻപറ്റാൻ ഇറങ്ങിത്തിരിച്ചത് എന്റെ മാതാപിതാക്കൾ ഇറങ്ങിയത് കൊണ്ടല്ല. ഹല്ലേലൂയ. എന്റെ പാരമ്പര്യം കൊണ്ടല്ല, ആരെങ്കിലും എന്നെ ഇതിലേക്ക് വലിച്ചു തള്ളിയിട്ടത് കൊണ്ടല്ല. പ്രത്യുത ഞാൻ എന്റെ യേശുവിന്റെ മഹിമ കണ്ട സാക്ഷിയായി തീർന്നിട്ടാണ്. ഹല്ലേലൂയ. ഇവർ കാണുന്നത് യേശുവിന്റെ ആണിപ്പഴുതുള്ള കരം അവർ കാണുവാനിടയായി. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ കരം കണ്ടു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ കണ്ണു തുറന്നു. അവർക്ക് അപ്രത്യക്ഷനായി എന്നാ വായിക്കുന്നത്. പക്ഷെ അവർ യേശുവിനെ കണ്ടു എന്നുള്ളത് ഉറപ്പാണ്, യേശുവിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ കരുതൽ കാണുവാൻ കണ്ണു തുറക്കണം, ദൈവത്തിന്റെ സംരക്ഷണം കാണുവാൻ കണ്ണു തുറക്കണം, ദൈവത്തെ കാണാൻ കണ്ണു തുറക്കണം. ഇനി ദൈവത്തെ കണ്ടാൽ എന്ത് സംഭവിക്കും? അത് പറഞ്ഞ് ഞാൻ ആമേൻ എന്റെ പ്രസംഗത്തെ വിരമിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യം വായിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അപ്പൊ പറഞ്ഞു, അവർ എമ്മൗസിലോട്ട് യാത്ര ചെയ്യുകയായിരുന്നു. അവർ തർക്കിച്ചും വാദിച്ചും കൊണ്ട് വന്നവരായിരുന്നു. അവരുടെ കണ്ണടയപ്പെട്ടിരുന്നു. അവർ വാടിയ മുഖത്തോടെ ഇരുന്നു, അല്ലെ? അവർ പ്രതീക്ഷിച്ച സംഭവിക്കാതെ നിരാശരായിരുന്നു. അവർ ഭ്രമിച്ചിരുന്നു. എന്നാൽ അവരുടെ കണ്ണു തുറന്ന് അവിടെ യേശുവിന്റെ കരത്തെ കണ്ടപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? അവർക്ക് ചില പ്രത്യേകത അവിടെ ഉണ്ടായി. ഒന്ന്,
അവിടെ ഉള്ളിൽ കുത്തുകൊണ്ടത് തിരിച്ചറിഞ്ഞു. ദൈവ കണ്ണു തുറക്കാത്തവർ ഒരുത്തരും എത്ര മെസ്സേജ് കേട്ടാലും നന്നാകത്തില്ല. സ്തോത്രം. ഒരു ഇളക്കമൊക്കെ ഉണ്ടാകും, പക്ഷെ മനസ്സിനകത്ത് കുത്തുകൊള്ളണമെങ്കിൽ സ്തോത്രം തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകും. അവർ പറഞ്ഞത് അങ്ങനെയാണ്. അവരെപ്പോഴാണ് അത് പറയുന്നതെന്ന് അറിയാമോ? വഴിയിൽ വെച്ചല്ല അത് പറയുന്നത്. രസമാ. അവർ പറയുന്നത് യേശു അവരിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ, അവരുടെ കണ്ണു തുറന്നപ്പോൾ അവർ പറയുകയാണ്, യേശു നമ്മോട് സംഭാഷിച്ചു കൊണ്ട് നടന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിന് കുത്തുകൊണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വചനത്തിലൂടെയുള്ള ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുള്ള കുത്ത് പലപ്പോഴും ശരിയായിട്ടുള്ള സമർപ്പണത്തിലേക്ക് ഒരു ദൈവവൈദ്യം നടത്തും. അത് ഡെലിബറേറ്റ്ലി ഒരു മെസ്സേജിലൂടെ പറഞ്ഞതെന്നല്ല ഞാൻ പറയുന്നത്, നാച്ചുറൽ ആയിട്ട്. പൗലോസ് അപ്പോസ്തലൻ അത് അല്പം കൂടെ എടുത്തു പറയുന്നുണ്ട്. എന്റെ ലേഖനം കൊണ്ട് നിങ്ങൾ അല്പം വേദനിച്ചാലും എനിക്ക് വിഷമമില്ല, കാരണം ആ ദുഃഖം നിങ്ങൾക്ക് മാനസാന്തരത്തിന് കാരണമാകും. സ്തോത്രം. അപ്പോൾ ദൈവികമായി വരുന്ന ദുഃഖങ്ങൾ, ആ കോൺഷ്യസ് ട്രിക്ക് എന്ന് പറയും, അത് ശരിയായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ഒരു ദൈവവൈദ്യനെ നയിക്കുവാനിടയായിട്ട്. സ്തോത്രം. മെസ്സേജ് എത്ര നന്നായിരുന്നു എന്നുള്ളതല്ല, നിന്റെ മനസാക്ഷിക്ക് അതൊരു കുത്തായി മാറിയെങ്കിൽ അത് നിനക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. നമുക്ക് കുറെ അനുഗ്രഹത്തിന്റെ ഒരു പ്രസംഗം മാത്രം കേട്ടതുകൊണ്ട് കാര്യമായില്ല. നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന, നമ്മോട് ഡയറക്റ്റ് കാര്യം പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതൊരു ചലഞ്ചിങ്. നമുക്ക് ഇവിടെ കിട്ടാത്തതും അതാ കേട്ടോ. സ്തോത്രം. ഒരു ഗസ്റ്റ് പ്രീച്ചറിലൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം സ്തോത്രം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ സാധ്യതയില്ല എന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് പലപ്പോഴും അങ്ങനെയുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഞാന് 10 വർഷം കഴിയുന്ന ദോഹയിൽ കർത്താവിന്റെ കൃപയാൽ എന്റെ ജീവിതത്തിൽ ഇതുവരെ നമുക്കറിയാം, നമുക്ക് ഒത്തിരി ഗസ്റ്റ് പാസ്റ്റേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരേ ഒരു പാസ്റ്ററാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കുറവിനെ ആ കാർ പാർക്കിങ്ങിൽ വിളിച്ച് എന്നോട് പറഞ്ഞത്. സ്തോത്രം. സ്തോത്രം. അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായെന്നുള്ളതാണ്. നമ്മൾ അവിടെ നിന്നുകൊണ്ട് പ്രസംഗവും ആരാധനയൊക്കെ ലീഡ് ചെയ്യുമ്പോഴത്തേക്ക് കർത്താവ് അടുത്ത മിനിസ്ട്രി വലിയ രാജ്യങ്ങളിൽ നയിക്കുന്നു എന്നാണ് സാധാരണ എല്ലാവരും പേഴ്സണലായി പറയാറുള്ളത്. പക്ഷെ ആ ദൈവദാസൻ ഒന്നുമല്ല, വചന വായനയെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ശരിയാ, പണ്ട് പോലെയുള്ള ഒരു വചന വായനയുടെ ഒരു രീതി എനിക്കില്ല. ഓപ്പണായിട്ട് പറയാമല്ലോ. കാരണം അതിന് സമയം എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിയാൻ പാടില്ല. അതൊരു വലിയ എക്സ്ക്യൂസ് ആണ്, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ പണ്ട് കാലത്ത് വായിച്ചിരുന്നത് പോലെ നിരന്തരം ഒരു വായനാ ശൈലിയില്ല. അത് ആ ദേവദാസൻ എന്നോട് ഓർമ്മപ്പെടുത്തി. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ദേവദാസനോട് അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ച് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ അല്ല, ഞാൻ ഇമ്മീഡിയറ്റ് പുള്ളിക്ക് കൈ കൊടുത്ത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം അത് പറയുവാൻ അദ്ദേഹത്തിന് ധൈര്യം കിട്ടിയത് ആത്മാവിന്റെ പ്രേരണ കൊണ്ടൊന്നുകൊണ്ട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മളെ പോലുള്ള ആരാധന ലീഡ് ചെയ്യുന്നവരോടൊത്തൊന്നും അങ്ങനെ ആരും പറയാറില്ല. പക്ഷെ അദ്ദേഹത്തെ ഞാൻ സല്യൂട്ട് ചെയ്തു. കാരണം ആത്മാവിന്റെ സാന്നിധ്യം ഒരു ദൈവ വൈതലിന് വന്നു കഴിയുമ്പോൾ അവനിലൂടെ വരുന്ന വാക്കുകൾ ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സാക്ഷിയെ കുത്തും, പക്ഷെ അത് നന്മയ്ക്കാണ്. അതാണ് അവർ പറഞ്ഞത്. യേശു നമ്മോട് സംഭാഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുത്തിക്കൊണ്ടിരുന്നല്ലോ. ആ കുത്ത് തിരിച്ചറിഞ്ഞത് കണ്ണു തുറന്നപ്പോഴാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ആത്മീക കണ്ണ് തുറക്കുമ്പോൾ നീ എങ്ങനെ ക്രമീകരിക്കപ്പെടണമെന്ന് ദൈവാത്മാവ് നമുക്ക് ബോധ്യം നൽകും. രണ്ടാമത് എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ നാഴികയിൽ തന്നെ അവർ യെരൂശലേമിലേക്ക് പോയി. ഞാൻ അവസാനിപ്പിക്കാൻ പോയി. ഇവരുടെ ഒരു ഗുണം നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്യുമെന്നുള്ളതാണ് ഈ 2 ശിഷ്യന്മാർ. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടു. ചതഞ്ഞും പൊതഞ്ഞും ഉഴപ്പിയും പരുവത്തിൽ ചെയ്തു തരാം, അല്ലെങ്കിൽ നോക്കട്ടെ, ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. നിങ്ങൾ അതിന്റെ ആദ്യം വാക്യം വായിക്കണം. ഏതാ? 24-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അന്ന് തന്നെ 2 പേർ എങ്ങോട്ട് പോയി? എമ്മൗസിലേക്ക് പോയി. അന്ന് തന്നെ, ആ വാക്ക് ശ്രദ്ധിക്കണം, അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ? യേശു മരിച്ചടക്കപ്പെട്ട് പോയി, ഉയർത്തെഴുന്നേറ്റ് കണ്ടില്ല അവരുദ്ദേശിച്ചതുപോലെ. അന്ന് തന്നെ പരിപാടി വെച്ച് കെട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർ വലിയ മോശക്കാരാ. പക്ഷെ കണ്ണു തുറന്ന് യേശു ജീവിച്ചെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നേരം വെളുക്കുന്നവരെ വെയിറ്റ് ചെയ്തില്ല. ആ നാഴികയിൽ തന്നെ, സ്തോത്രം, ആ നാഴികയിൽ തന്നെ
മാനസാന്തരമുണ്ടായി റിയലൈസ് ചെയ്തപ്പോൾ നേരം വെളുത്തിട്ട് പോകാം എന്ന് ചിന്തിച്ചില്ല പ്രിയപ്പെട്ടവരെ. അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ രാത്രികാലം ഞാൻ പറയാം, നാം പലപ്പോഴും പലതും തട്ടിമാറ്റി അവസരം വരട്ടെ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പല ആലോചനകൾ ആവർത്തിച്ച് കേട്ടിട്ടും അവസരം വരട്ടെ പലതും ക്രമീകരിച്ചിട്ട് മടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഈ രാത്രികാലം ശക്തമായി നമ്മോട് പറയുന്ന ഒരു ആലോചന, ദൈവം പറയുന്നത് ആ നിമിഷം അനുസരിക്കുവാൻ ആര് തയ്യാറാകുന്നു അവരെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അതാണ് ശരിയായിട്ടുള്ള റിയൽ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്. സ്തോത്രം. അവിടെ എന്താ സംഭവിച്ചത്? ആ നാഴികയിൽ തന്നെ അവർ മടങ്ങി. യഹൂദന്മാർക്ക് പല നാഴികയുണ്ട്, 4 യാമം എന്നൊക്കെ അതിനെ മറ്റ് ഭാഷയിൽ പറയും, മറ്റ് തലത്തിൽ പറയും, യാമങ്ങൾ. ആ രാത്രിയിൽ തന്നെ. ഇനി ഇവർ ആരാ നോക്കിയ പ്രിയപ്പെട്ടവര്? 11 കിലോമീറ്റർ അങ്ങോട്ട് യാത്ര ചെയ്തവരാ, നടന്നാ പോയത്. അല്ലെങ്കിൽ മാക്സിമം ഒരു കഴുതയുടെ പുറത്തുനിന്നായിക്കോട്ടെ 11 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയവർ ഡിന്നർ കഴിഞ്ഞ് യേശു എണീറ്റ് കൈ കഴുകി പോയി. മാക്സിമം 1 അല്ലെങ്കിൽ 2 മണിക്കൂറുള്ള ഒരു നീണ്ട അത്താഴം. അത് കഴിഞ്ഞ് യേശു പോയപ്പോൾ ആ നാഴികയിൽ തന്നെ മടങ്ങി യെരൂശലേമിലേക്ക് വരുവാൻ അവർ തയ്യാറായെന്നുള്ളതാണ്. നമുക്കിങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമോ? സ്തോത്രം. നമുക്കിങ്ങനെ ഒരു സമർപ്പണമുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവ വേലയെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെ കുറിച്ചുമുള്ള ആവർത്തിച്ചുള്ള സന്ദേശങ്ങൾ പലപ്പോഴും ഒരു കോൺഷ്യസ് ട്രിക്കായി, ഒരു നമ്മുടെ മനസ്സാക്ഷിയെ കുത്തുന്നതായിട്ട് പലപ്പോഴും വന്നിട്ടും പിന്നെയും നമ്മൾ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ പ്രിയപ്പെട്ടവരെ? ഈ ദിവസങ്ങളിൽ ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിന് ആഴമായി ഒന്ന് ജ്വലിക്കട്ടെ. ഈ ലോക്ക്ഡൌൺ പീരീഡ് കഴിഞ്ഞു വരുമ്പോൾ നിന്റെ കമ്മിറ്റ്മെന്റിൽ ഒരു വ്യത്യാസത്തോടുകൂടി കർത്താവിന് വേണ്ടി ഇറങ്ങുവാനായി നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു സമയമായി തീരണം ഈ ദിവസങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നത് എമ്മവോസിൽ വച്ച് ആ 2 മണിക്കൂർ യേശു ശിഷ്യന്മാരുമായി സമയം ചെലവഴിച്ച ആ ഒരു പീരീഡ് ആകണം നമ്മുടെ ഈ ലോക്ക്ഡൌൺ പീരീഡ്. നമ്മുടെ ചർച്ചിൽ നിന്ന് ആരാധന നടക്കാൻ പറ്റാതെ ഈ സൂം ആപ്ലിക്കേഷനിലൂടെയൊക്കെ നടത്തി 24 മണിക്കൂറും വീട്ടിനകത്ത് ഇരിക്കുന്ന നമുക്ക് ആ 2 മണിക്കൂർ ശിഷ്യന്മാർക്ക് സംഭവിച്ച ഒരു രൂപാന്തരം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനത്തിനകത്ത് നടക്കാൻ സാധിച്ചാൽ നാം മടങ്ങി ആരാധനയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്കൊരു വ്യത്യാസം അനുഭവിക്കുവാനിടയായിത്തീരും. നമ്മുടെ കമ്മിറ്റ്മെന്റിൽ ഒരു വ്യത്യാസം, നമ്മുടെ സമർപ്പണത്തിൽ ഒരു വ്യത്യാസം, ദൈവം തന്ന ടാലന്റുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു വ്യത്യാസം. സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒന്ന് ഒരുക്കണം. പിന്നെയും പഴയതുപോലെയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, കൊറോണ വൈറസ് ഇനിയും വരുമെന്നൊക്കെയാ പറയുന്നത്. സ്തോത്രം. അതിന് മുമ്പ് ഈ നമ്മൾ ഇപ്പൊ എടുത്ത കമ്മിറ്റ്മെന്റോട് കൂടി കർത്താവിന് വേണ്ടി ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് ഇൻക്ലൂഡിങ് മീ ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. അവരന്ന് തന്നെ മടങ്ങി അവരുടെ ഭവനത്തിലേക്ക് പോയെന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ എല്ലാവരും ഒരുക്കുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞതിന്റെ ആത്മീക അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദൈവവുമായിട്ട് നിനക്ക് സമയം നീ ഉദ്ദേശിക്കുന്നതിനേക്കാളും അധികം സമയം ചിലവഴിക്കുവാൻ ദൈവം തന്ന ഒരു അവസരമാണ് ഇത്. യേശുവുമായിട്ട് സംഭാഷിക്കുവാനുള്ള സമയമാണ്, ചേർന്ന് നടക്കുവാനുള്ള സമയമാണ്. അത് നിന്നെ രൂപാന്തരപ്പെടുത്തുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? അവർ അന്ന് തന്നെ മടങ്ങി. ആ നാഴികയിൽ തന്നെ മടങ്ങി എവിടേക്ക് പോയി? സ്തോത്രം. യെരൂശലേമിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദത്തത്തിലേക്ക് അവർ മടങ്ങി വന്നു, കൂട്ടായ്മയിലേക്ക് അവർ മടങ്ങി വന്നു, ദൈവിക സാന്നിധ്യത്തിലേക്ക് മടങ്ങി വന്നു, അഭിഷേകം പ്രാപിക്കേണ്ട ഇടത്തേക്ക് അവർ മടങ്ങി വന്നു. സ്തോത്രം. ആ നാഴികയിൽ തന്നെ അവർ യെരൂശലേമിലേക്ക് മടങ്ങി. അത് വാഗ്ദത്തത്തിന്റെ സ്ഥലമാണ്. അവിടെയാണ് ആത്മാവിന്റെ സാന്നിധ്യമുള്ളത്. അത് കൂട്ടായ്മയുടെ സ്ഥലമാണ്. അത് ഫെലോഷിപ്പിന്റെ സ്ഥലമാണ്. അവിടേക്ക് അവർ മടങ്ങി വരുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. 2 കാര്യം കൂടെ സംഭവിച്ചു. ഒന്ന്, യേശു കണ്ണു തുറന്നപ്പോൾ, യേശുവിന്റെ കരം കണ്ടപ്പോൾ അവർ ധൈര്യമുള്ളവരായി തീർന്നു. കേട്ടോ. അവർ ഭ്രമിച്ചു എന്നാണ് നാം നേരത്തെ വായിച്ചത്. പക്ഷെ അവർ ധൈര്യമുള്ളവരായി തീർന്നു. എങ്ങനെ അറിയാൻ പറ്റും? അവർ നേരെ പോയത് യേശുവിനെ സാക്ഷിക്കാൻ. നേരെ പോയത് യേശുവിനെ സാക്ഷിക്കാനാ. കർത്താവ് കണ്ണു തുറന്നവൻ, ദൈവത്തിന്റെ ആണിപ്പഴുത് കണ്ടവൻ അടങ്ങിയിരിക്കുകയില്ല. അവൻ യേശുവിനെ സാക്ഷിച്ചിരിക്കും. യേശുവിന്റെ അനുഭവമുള്ളവൻ യേശുവിനെ ഡെഫിനിറ്റ് ആയിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കും. സ്തോത്രം. കേട്ടുകഥയും അറിവും വച്ചുകൊണ്ട് മാത്രം നടക്കുന്നവന് യേശുവിനെ സാക്ഷിക്കാൻ പറ്റത്തില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞവൻ കിട്ടുന്ന അവസരങ്ങൾ യേശുവിനെ സാക്ഷിക്കുവാനായിട്ട് ഉപയോഗിക്കും. അവർ യെരൂശലേമിൽ ചെന്ന മറ്റു ശിഷ്യന്മാരോട് അവർ ഭയപ്പെട്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ ഭയപ്പെട്ടിരിക്കുക. അവരുടെ വീട്ടിനകത്ത് കൂടിയിരുന്ന യഹൂദന്മാരെ പേടിച്ചിരിക്കുമ്പോൾ അവരോട് ചെന്ന് പറഞ്ഞു, ഹല്ലേലൂയ, ഞങ്ങൾ ഞങ്ങളുടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയതായിരുന്നു.
അവർ ആശ്ചര്യപ്പെട്ടു. ഇന്നലെ രാവിലെ പോയവൻ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് തിരിച്ചു വന്ന് നിൽക്കുന്നു. എത്ര കിലോമീറ്റർ? 22 കിലോമീറ്റർ. അവർ ആശ്ചര്യപ്പെട്ടു, ഇതെങ്ങനെ സംഭവിച്ചു? അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എത്തി, അവിടെ ചെന്നു, യേശുവിനെ ഞങ്ങൾ കണ്ടു, അവൻ ഞങ്ങളുടെ കണ്ണു തുറന്നു, ഞങ്ങൾ അവന്റെ സാക്ഷി കാണുവാനിടയായി തീർന്നു. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ വിശ്വസിപ്പിക്കുവാൻ 2 മണിക്കൂർ യേശുവിനോട് കൂടെ താമസിച്ചവനിടയായിരുന്നു. ഞാൻ അവസാനമായിട്ടുള്ള ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. 4, 5, 6, 7, 8, 10 വർഷത്തെ പാരമ്പര്യവും പെന്തക്കോസ്തിനകത്ത് ജനിച്ചു വളർന്ന പാരമ്പര്യവും ഉള്ള ചിലതിനെയൊക്കെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ ഈ ദിവസങ്ങളിൽ യേശുവുമായി സമയം സ്പെൻഡ് ചെയ്യുന്ന നിനക്ക് നിന്റെ നാവിനെ കർത്താവ് രൂപാന്തരപ്പെടുത്തി എടുക്കുവാനിടയായിരിക്കും. നിന്റെ അനുഭവത്തെ അതിനുവേണ്ടി ഒരുക്കുവാനിടയായിത്തീരും. ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ, മടങ്ങി നാം നമ്മുടെ ആരാധനയിലേക്ക് പോകുമ്പോൾ, മടങ്ങി നാം നമ്മുടെ ഫെലോഷിപ്പിലേക്ക് പോകുമ്പോൾ ആ ധൈര്യമുള്ളവരായിട്ടല്ല, കണ്ണു തുറന്നവരായി, ഹൃദയദൃഷ്ടി പ്രകാശിച്ചവരായി, ദൈവത്തിന്റെ കരം കണ്ടവരായി, ദൈവത്തിന്റെ സ്പർശനമേറ്റവരായി നമുക്ക് പോകുവാനിടയായി തീർന്നാൽ ഈ ശിഷ്യന്മാരെ പോലെ നമുക്കും യേശുവിന്റെ വിറ്റ്നസ് ആയി തീരുവാനിടയായി. അവർ ധൈര്യം പ്രാപിച്ചു, അവർ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി യേശുവിന്റെ സാക്ഷ്യം തന്റെ ശിഷ്യന്മാരുമായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു വീണ്ടും അവിടെ പ്രത്യക്ഷനായി എന്നാ വായിക്കുന്നത്. പിന്നെ നാം അങ്ങോട്ട് കാണുന്നത് ആത്മാവിന്റെ നിരന്തരമുള്ള ഒരു സാന്നിധ്യമാണ്. ഒക്കേഷണലി അല്ല, നിരന്തരമുള്ള ഒരു സാന്നിധ്യം. ഈ സമയത്തെ ഡിഫിക്കൽട്ടി കഴിഞ്ഞ്, ബുദ്ധിമുട്ട് കഴിഞ്ഞ് നാം നമ്മുടെ ആരാധനയിലേക്ക് മടങ്ങുമ്പോൾ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ സഭയിലുള്ള എല്ലാ ശുശ്രൂഷകളിലും ഒരു യഥാർത്ഥത്തിലുള്ള സമർപ്പണവും കമ്മിറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിത്തീരണം. അത് ദൈവദാസന്മാരുടെയും സെർട്ടനായിട്ടുള്ള ചിലരുടെയും ഡ്യൂട്ടി എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഞാനെല്ലാം എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ദൈവവേലയിൽ ഞാൻ വർദ്ധിച്ചു വരുമെന്നുള്ള ഒരു തീരുമാനമെടുക്കുവാൻ, കമ്മിറ്റ്മെന്റ് പുതുക്കുവാനായി ഈ ദിവസങ്ങളിൽ ഈ അവസരത്തെ ദൈവം നമുക്ക് ഒരുക്കട്ടെ. അവന് നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നാൽ ദൈവത്തിന്റെ കരം നീ കാണും. നമ്മുടെ കണ്ണ് കർത്താവ് തുറക്കും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.